ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ് നമുക്ക് റാഹത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. ഒരു 5:45 ഞാൻ കിച്ചണിൽ വന്നിട്ടുണ്ട്. വന്നപ്പാടന്നെ ഫസ്റ്റ് ഇതാ രാത്രി കഴുകി വെച്ച പ്രസ്സും അതിൻ്റെ കവറെല്ലാം എടുത്ത് വെക്കലാന്ന്. അങ്ങനത്തെ ചായ ഉണ്ടാക്കിയിട്ടാ. ഇന്ന് പിന്നെ യാറാക്കും റിയുക്കും സ്കൂളിൽ പരീക്ഷയുണ്ട്. അപ്പം അവർ നേരത്തെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ നേരത്തെ എണീച്ചിട്ട് പഠിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ 5:45 കിച്ചണിൽ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ 6:30 റിയുവിന് മദ്രസയിലേക്ക് പോകണം. അങ്ങനെ ഒക്കെ ചായ ഉണ്ടാക്കി കൊടുക്കലാന്ന് അവർക്ക്. അങ്ങനെ കുറച്ചിപ്പോൾ വെളി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നേരെ കിച്ചൺ പുറത്ത് കഴിഞ്ഞ് അതിന് ശേഷം തുണിയെല്ലാം അലക്കാനിട്ട് കൊടുക്കലാന്ന്. തുണിയെല്ലാം അലക്കാനിട്ട് കൊടുക്കുമ്പോൾ ഞാൻ ഓരോന്നേ തിരഞ്ഞിട്ടിട്ട് കൊടുക്കും കേട്ടോ. കുട്ടികളുടെ മുന്നേ ഇട്ട് കൊടുക്കും. എന്നിട്ട് കുറച്ച് സർപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കളിയൂട്ടാ. പിന്നെ നല്ല വെള്ളം കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കളിയൂട്ടാ. അതിന് ശേഷം നമ്മളിതെല്ലാം ഇട്ട് കൊടുക്കും. പിന്നെ എല്ലാം ഒന്നിച്ചിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കറക്കലില്ല. പിന്നെ കുറച്ച് നല്ലത് വേറെ നനക്കും. കൈയോട് നനക്കേണ്ട കൈയോട് നനക്കും കേട്ടോ. അങ്ങനെയല്ലാന്ന്. അങ്ങനെ ഇതിപ്പം ഇതെല്ലാം കൈയോട് നനക്കേണ്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെയെല്ലാം ഒന്നിച്ചിട്ട് കൊടുത്തു. പിന്നെ അതിന് ശേഷം ഞാൻ ചായ സിമ്മിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലൊക്കെ ചായപ്പൊടിയും പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. യാറാക്കും റിയാക്കും എനിക്കുള്ള ചായയാണ് കേട്ടോ. മൻസൂർ എണിച്ചിട്ടില്ല. അങ്ങനെ ഇതാ ഞാൻ അതിൻ്റെ ഇടയിൽ സാമ്പാറിനുള്ള വെജീസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് പരിപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ടായ വെജീസ് എല്ലാം ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ ചായ തിളച്ചിട്ടുണ്ടായിരുന്നു. അത് ഇറക്കി വെച്ചിട്ട് അതിലേക്ക് ഇതാ പിന്നെ സാമ്പാർ വെച്ച് കൊടുത്തു. അതിനുശേഷം നമ്മൾ ചായ കുടിക്കലാന്ന് കേട്ടോ. യാറാവും റിയുവും പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം 6:30 റിയുവിന് മദ്രസയിൽ പോകണം കേട്ടോ. മമ്മി ഇല്ല കേട്ടോ. മമ്മി പെങ്ങളടക്ക ഹോസ്പിറ്റലുണ്ട്. അല്ലെങ്കിൽ രാവിലത്തെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൂടുതലും മമ്മി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കൽ. അങ്ങനെ ഇതാ ചായ ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. റിയു വന്നിട്ടുണ്ട് കേട്ടോ ചായ കുടിക്കാൻ. യാറാനെ വിളിക്കലാന്ന്. അങ്ങനെ യാറാവും വന്നു കേട്ടോ. ഇനി നമ്മളെല്ലാവരും കൂടി ചായ കുടിക്കലാന്ന്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കലുണ്ട് വെറും വയറ്റിൽ. എനിക്കത് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേഗം പോയിട്ട് അത് കഴിച്ചു. അങ്ങനെ ചായയെല്ലാം കുടിച്ചു കേട്ടോ. അതിന് ശേഷം സോയാബീൻ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് സ്കൂളിലേക്ക് സോയാബീൻ ഫ്രൈ ചെയ്തത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു യാറാവും റിയാവും. അങ്ങനെ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കുതിരാൻ വേണ്ടിയിട്ട്. അങ്ങനെ സാമ്പാർ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഓഫാക്കി ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. അങ്ങനെ റിയു മദ്രസയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അങ്ങനെ നേരത്തെ ഞാൻ കിച്ചണിലേക്ക് വന്ന് ഇനി ചോറുണ്ടാക്കലാന്ന് കേട്ടോ. ഇത് പെട്ടെന്ന് വേവുന്ന അരി ആയതുകൊണ്ട് നേരത്തെ വെക്കണമൊന്നുമില്ല കേട്ടോ. അത് പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ ഒരു തിളക്കുമ്പോൾ തന്നെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചെങ്കിൽ പെട്ടെന്ന് വേവും കേട്ടോ. അങ്ങനെ ചോറ് വെച്ചു. അതിനുശേഷം സോയാബീൻ നേരത്തെ കുതിർത്ത് വെച്ച സോയാബീനിലേക്ക് മസാല പുരട്ടി വെക്കലാണ് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടിയെല്ലാം ഇട്ടിട്ട് മസാല പുരട്ടിയിട്ട് വെക്കലാണ് കേട്ടോ. ഉപ്പും മുളകെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഗ്യാസ് ക്ലീൻ ആക്കി എടുക്കലാണ് കേട്ടോ. നേരത്തെ സാമ്പാർ മറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പത്തൽ ഇടാൻ വേണ്ടിയിട്ട് ഓട് വെച്ച് കൊടുക്കലാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യട്ടാ, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് കൂട്ടി സപ്പോർട്ടും കൂടി ചെയ്യട്ടാ. അങ്ങനെ ഇത് പത്തലാണ് കേട്ടോ ചുടുന്നത്. അങ്ങനെ പത്തലിന് ഓടെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. പൊടിയിലാണ് കേട്ടോ ചുടുന്നത്. അങ്ങനത്തെ പത്തലിൻ്റെ പൊടിയെല്ലാം കുഴച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ സാമ്പാർ ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ, എന്തായി അവസ്ഥയെന്നുള്ള. അങ്ങനെ ഞാൻ ഇപ്പം വോയിസ് ഒന്ന് രാത്രി പാതിരാക്കാന്ന് കേട്ടോ. കുഞ്ഞിനെല്ലാം ഉറക്കിയിട്ടെല്ലാം വന്നിട്ട് പിന്നെ ഫാനൊന്നും ഇടാതെ ഒരു റൂമിൽ നിന്നിട്ട് വോയിസ് ഇടുന്നതാണ് കേട്ടോ. പിന്നെ ചെറിയ കുഞ്ഞുണ്ട്. പിന്നെ റൂമിലാകുമ്പോൾ ഫാൻ്റെ സൗണ്ടും കുഞ്ഞുങ്ങളുടെ കൂർക്കൻ്റെ സൗണ്ടെല്ലാം കേട്ടിട്ട് വോയിസ് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ കേട്ടോ. അങ്ങനെ ഞാൻ സാമ്പാറിലേക്ക് ഉപ്പിട്ട് കൊടുത്തു, പുളിവെള്ളം ചേർത്ത് കൊടുത്തു. അങ്ങനെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിന് കടുകെല്ലാം താളിച്ച് ഒഴിച്ചു കൊടുക്കണം. ഇനി പത്തൽ ചുട്ടെടുക്കലാന്ന്. പത്തലോരോന്നേ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. പത്തൽ രാവിലെ ചുടൽ കുറവാണ് കേട്ടോ. അങ്ങനെ പത്തൽ ചുടാനില്ല. അങ്ങനെ ചോറ് വേവാനായിട്ടുണ്ട് കേട്ടോ. അതിന് ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെക്കണം.
ഇനി ഇന്ന് പച്ചക്കറിയായിട്ട് ക്യാരറ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ പച്ചക്കറി എന്നാണ് പറയൽ. പിന്നെ ഒരാൾ ഇത് കൂട്ടാനെന്ന് അറിയും, പിന്നെ ഉപ്പേരി എന്നൊക്കെ പറയും കേട്ടോ. നമ്മൾ പച്ചക്കറി എന്നാണ് പറയൽ. അപ്പോൾ ഇന്ന് ക്യാരറ്റ് കറി വെക്കാമെന്ന് വിചാരിച്ചു. മൂത്ത മോള് ഏറെ 10ാം ക്ലാസ്സിലാണ് കേട്ടോ പഠിക്കുന്നത്. ഓൾക്ക് ഏർക്ക് ട്യൂഷൻ ഉണ്ട്. അപ്പം പിന്നെ ഓള് പോകുമ്പോഴത്തേക്ക് ലഞ്ച് ബോക്സെല്ലാം റെഡിയാക്കണം. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റെല്ലാം റെഡിയാക്കി എടുക്കണം കേട്ടോ. അതിനാണ് ഇങ്ങനെ തിരക്കിലെല്ലാം ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ പത്തൽ നോക്കുന്നുണ്ട് കേട്ടോ. പത്തൽ മറിച്ചിട്ടുകൊണ്ട് തിരിച്ചിട്ടുകൊണ്ടും വന്നതെല്ലാം എടുത്തുകൊണ്ടെല്ലാം ഉണ്ട് കേട്ടോ. ഏറെ പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ റിയ മദ്രസയിൽ നിന്ന് വരും കേട്ടോ. വരുമ്പോഴത്തേക്ക് ഓളെ ലഞ്ച് ബോക്സും റെഡിയാക്കി എടുക്കണം. പിന്നെ ഇസ്തിരിയൊക്കെ ഇടാനുണ്ട് കേട്ടോ. അവൾ വരുമ്പോഴേക്ക് ഇസ്തിരി ഇടണം. പിന്നെ നൂറാനെ എണ്ണിപ്പിക്കാനുണ്ട്. നൂറാനെ എണ്ണിപ്പിക്കലാണ് വലിയ ടാസ്ക് കേട്ടോ. അവൾ എണ്ണിപ്പിക്കണം, ഓൾക്ക് ഡ്രസ്സാക്കണം, ഫുഡ് കൊടുക്കണം. അത് ഭയങ്കര കഷ്ടമാണ് കേട്ടോ, ഭയങ്കര വേന. അങ്ങനെയുള്ള ചോറ് ഞാൻ വാർത്തു. അതിന് ശേഷം സോയാബീനും ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. യാറാക്കും റിയാക്കും സോയാബീൻ ഫ്രൈ ചെയ്ത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർക്ക് അതുണ്ട് മതി, വേറെന്തും വേണമെന്നില്ല കേട്ടോ. അങ്ങനെ ഇതാ സോയാബീൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്, ചൂടാവുന്നുണ്ട് കേട്ടോ. അപ്പം എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിതാ ചട്ടി ചൂടായിട്ടുണ്ട്, എണ്ണ ചേർത്ത് കൊടുത്ത്. പിന്നെ എണ്ണ ചൂടായതിനു ശേഷം സോയാബീനും ചേർത്ത് കൊടുക്കാം കേട്ടോ. എണ്ണ നല്ല പോലെ ചൂടാണ് കേട്ടോ. ഇല്ലെങ്കിൽ സോയാബീൻ ഇട്ട് കൊടുത്താൽ എണ്ണ കുടിക്കും കേട്ടോ. ഇങ്ങനെ എണ്ണ കുടിക്കും. അതുകൊണ്ട് നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രം സോയാബീൻ ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ പത്തലെല്ലാം ചുട്ട് കഴിഞ്ഞു. ഇനി സാമ്പാറിനുള്ള കടുക് താളിക്കണം. അപ്പുറത്തടുപ്പിൽ സോയാബീൻ ഫ്രൈ ആവുന്നുണ്ട് കേട്ടോ. ഓരോയ്ക്ക് റാസി കുഞ്ഞ് ഒക്കെ എണീച്ചിട്ട് വരും കേട്ടോ. ഓരോയ്ക്ക് എണീക്കില്ല. ഇന്നെന്തോ എണീക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് അയല അങ്ങനെ കരഞ്ഞുകൊണ്ടേ നിൽക്കൂട്ടാ. ഇതൊരു സംഭവം കാണും കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിയോ, ഇത്ര സംഭവം ഉണ്ടാവും കേട്ടോ. തീ പിടിച്ച് കടുക് താളിക്കുമ്പോൾ തീ പിടിച്ചിട്ടാണ്. എനിക്ക് ഏകദേശം ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അങ്ങനെ ഇതാ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിന് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. പത്തൽ ചുട്ടെടുത്ത് ചോറ് വാർത്ത് സാമ്പാർ റെഡി ആയിട്ടുണ്ട്. സോയാബീൻ ഫ്രൈ ആവുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു കേട്ടോ, രാത്രിയത്തെ ബാക്കിയാണ്. അത് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൊടുക്കാമെന്ന് വിചാരിച്ച് ടിഫിനിൽ. വീടിൻ്റെ പിന്നെ ബാക്ക്ഗ്രൗണ്ടൊന്നും കണ്ടിട്ട് എന്തപ്പാ ഇങ്ങനെയെന്ന് വിചാരിക്കേണ്ട കേട്ടോ. ഇത് കുറേ വർഷ പഴക്കമുള്ള വീടാണ് കേട്ടോ. എത്ര 40 വർഷത്തിൽ കൂടുതലുണ്ട് കേട്ടോ. ഈ പഴക്കമുള്ള വീടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ. അങ്ങനെ ഇതേ നേരത്തെ മുറിച്ച് വെച്ച ക്യാരറ്റ് വേവിച്ചെടുക്കലാണ്. സോയാബീൻ ഫ്രൈ ആയിട്ടുണ്ട്, ക്യാരറ്റ് കറിയായി കേട്ടോ. ഇനി കുറച്ച് പാത്രമെല്ലാം ഉണ്ടായി കേട്ടോ കവാൻ. അങ്ങനെ അതെല്ലാം കഴുകിയെടുക്കലാന്ന്. അത് അപ്പം കഴുകിയെങ്കിൽ കുറേ പാത്രം കൂടിയില്ല കേട്ടോ. ഞാൻ അപ്പം തന്നെ കഴുകും കേട്ടോ. അപ്പം കിച്ചണത്തെ പണി നമുക്ക് പെട്ടെന്ന് കഴിയും. അതിനിടയിൽ ഞാൻ ചോറ് വാർത്തിട്ട് വന്നു കേട്ടോ. ചോറ് വാർത്തു. അങ്ങനെ ഇതാ ഞാറാക്ക് പോകേണ്ട സമയമായിട്ടുണ്ട്. ഇപ്പോൾ 7 കാലമായിട്ടുണ്ട്. 7 കാലമായിട്ട് കേട്ടോ. 7 മണി കഴിഞ്ഞതേ ഉള്ളൂ. ഓള് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ടിഫിനെല്ലാം റെഡിയാക്കി എടുക്കലാണ്. അച്ചാറ്, ക്യാരറ്റ് കറി, പിന്നെ സോയാബീൻ ഫ്രൈ, ചെമ്മീൻ ഫ്രൈ, സാമ്പാർ.
എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതാ ടേബിൾമ കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ മൻസൂർ ചായ എണിച്ചിട്ടുണ്ട്. മൻസൂർ ചായക്കുള്ള ചായ എല്ലാം കൊടുത്ത് മൻസൂർ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. മൻസൂർ ചാന്ന് യാറാനെ കൊണ്ടുവിടൽ. അതിൻ്റെ ഇടയിൽ റാസി മോൻ എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ തുണിയെല്ലാം നോക്കുന്നുണ്ട് കേട്ടോ, അലക്കാനിട്ടതെല്ലാം അതും നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ റിയുക്കുള്ള ടിഫിൻ റെഡിയാക്കി എടുക്കലാന്ന്. റിയു വരാനായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വേഗം തുണിയെല്ലാം അലക്കാനിട്ട് കൊടുത്തതെല്ലാം നോക്കുന്നുണ്ട്. പിന്നെ ബെഡ്ഷീറ്റെല്ലാം ഒന്ന് പിരിച്ച് വെച്ച്, അത് റിയുൻ്റെ ഡോളാണ് കേട്ടോ. അവൾക്കത് നിർബന്ധമാണ്. അത് രണ്ടാമത്തെ ബേർഡേക്ക് മമ്മി ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ. കഴിഞ്ഞ ബേർഡേക്ക്. ഇനിയിപ്പം ഇസ്തിരിടണം കേട്ടോ. നൂറാൻ്റെയും റിയാൻ്റെയും ഇസ്തിരിടാനുണ്ട്. അങ്ങനെ വേഗം അവൾ മദ്രസ വരുമ്പോഴത്തേക്ക് ഇസ്തിരി ഇട്ട് വെക്കലാണ്. ഇപ്പം സമയം ഒരു 7:15 കേട്ടോ. ഇനി നൂറാൻ എണിപ്പിക്കലാന്ന് ഭയങ്കര കഷ്ടം. അവളില്ലാതെ നേരത്തെ എണിക്കലുണ്ട്. അപ്പോൾ ഈ സ്കൂളിൽ കൂട്ടിയതിൻ്റെ ശേഷം അതിങ്ങനെയാണ് കേട്ടോ, ഭയങ്കര മടി. ഇത് റിയുവിൻ്റെ പണിയാണ് കേട്ടോ. രാത്രി സ്കൂളിലേക്ക് എന്തോ എന്തോ വേണമെന്ന് പറഞ്ഞിട്ട് ഫുള്ള് മുറിച്ചിട്ടതാണ് കേട്ടോ. ഓക്കെ, ഇങ്ങനത്തെ ഒരു പണിയുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ റിയു മദ്രസയിൽ നിന്ന് വന്നിട്ടാ. അങ്ങനെ റിയു മദ്രസ വന്നിട്ടായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരെ വേഗം പോയിട്ട് ടിഫിൻ ബോക്സിൽ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നൂറാക്ക് ഫുഡെല്ലാം കൊടുത്തിട്ട് അവളൊന്നും കഴിച്ചിട്ടാ. പിന്നെ അവളെ കുളിപ്പിച്ച് ഡ്രസ്സെല്ലാം ആക്കിയിട്ട് റെഡിയായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. ഇനി നൂറാൻ്റെ ടിഫിൻ ബോക്സ് റെഡിയാക്കണം കേട്ടോ. അവൾക്ക് പിന്നെ രാവിലത്തെ ഫുഡും വേണ്ട, ചോറൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ചില സമയത്ത് പഴംപാട്ടി തിന്നലുണ്ട് കേട്ടോ. അപ്പം അത് മതിയാന്ന് വെക്കും, മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചൂടാറിയെങ്കിൽ തിന്നാൻ കഴിയുമെന്ന് അറിയില്ല. അങ്ങനെ അതവൾക്ക് പഴംപാട്ടിലാണ്. ചില സമയത്ത് തിന്നലുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പഴംപാട്ടി എടുക്കുന്നുണ്ട്. റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. റാസിയും അവൻ്റെ ബാക്ക് തന്നെ നടക്കുന്നുണ്ട്. ചെരുപ്പെല്ലാം ഇട്ടിട്ട് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ അടുത്ത വീഡിയോ കാണാം. അപ്പോഴേക്കും ബൈ ബൈ.